ചങ്ങാതിമാരെ എന്തൊക്കെയാ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കണ്ണൂരിലെ പുതിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഏബിൾ വില്ലേജിലാണ്. കണ്ണൂർ പുതിയ തെരുവിൽ നിന്നും മയ്യിലേക്ക് വരുന്ന റോഡിൽ പാടിക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ ഏബിൾ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഈ നേരെ കാണുന്നതാണ് മയ്യിലേക്ക് പോകുന്ന റോഡ്. ആൾക്കാർ നടന്നു വരുന്ന റോഡ് പറശ്ശിനിക്കടവിൽ നിന്നും പാലം വഴി വരുന്ന റോഡാണ്. പാടിക്കുന്ന് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ചെറിയ കുന്ന് തന്നെയാണ് ഇവിടെയുള്ളത്. വയസ്സായവർക്കൊക്കെ നടന്ന് കയറി വരുവാനും അതുപോലെ തിരിച്ച് കയറി പോകാനും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കും ഇത്. അത്യാവശ്യം നല്ലൊരു ഇറക്കത്തിലാണ് ഉള്ളത്. ഈ ഇറക്കത്തിൽ തന്നെ ആദ്യം നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗുഹയാണ്. ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ്. ഏതായാലും നമുക്കൊന്ന് ഗുഹയുടെ ഉള്ളിലേക്ക് പോയി നോക്കാം. അതുപോലെ തന്നെ ജനുവരി 16 ഈ ഏബിൾ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ഈ കണ്ട ഇറക്കം വേണമെങ്കിൽ നമുക്ക് അവരോട് പെർമിഷൻ എടുത്തുകൊണ്ട് വണ്ടി താഴെ വരെ ഇറക്കുവാനുള്ള സൗകര്യവും അവർ ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ ഗുഹാമുഖത്ത് എത്തിക്കഴിഞ്ഞു. അധികം ഉള്ളിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ എന്താണെന്നല്ല അറിയില്ലല്ലോ. അതുപോലെ തന്നെ പാടി തീർത്ഥം എന്നറിയപ്പെടുന്ന ഒരു ഉറവയും ഇവിടെ കാണാം. ഈ ഉറവയുടെ തന്നെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഏബിൾ വില്ലേജിൻ്റെ ഉള്ളിലും ലഭ്യമാണ്. നമുക്ക് പോകുന്ന വീഡിയോയിൽ അതുകൂടി കാണാം. ഈ കാണുന്നതാണ് ഏബിൾ വില്ലേജിന്റെ ടിക്കറ്റ് എൻട്രി ഗേറ്റ്. അതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ചെറിയൊരു കേവ് പോലെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള വിവിധ തരത്തിലുള്ള സ്റ്റാച്യൂസ് ഒക്കെയുള്ള ഒരു ഇടം കാണാം. അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ഏരിയ ആണിത്. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവുക. അതുപോലെ ഈ ഒരു കേവിൻ്റെ എക്സിറ്റ് ഭാഗത്ത് അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഉള്ളത്, നമ്മുടെ ടോയ്ലറ്റ്. ഇതൊന്നും അധികം ആരും വീഡിയോയിൽ പറയാത്തതാണ്, വളരെ ഉപകാരപ്രദവുമായതാണ്. ആ കാണുന്നതാണ് നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഏബിൾ വില്ലേജിലേക്കുള്ള എൻട്രൻസിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റിന് ഒരാൾക്ക് അഡൽട്ട്സിന് ചാർജ് വരുന്നത് 200 രൂപയാണ്. അതുപോലെ തന്നെ ഏബിൾ വില്ലേജിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധങ്ങളായ റൈഡിൻ്റെ വ്യത്യസ്തമായ നിരക്കുകളുടെ ഒരു ചാർട്ട് കൂടി അവരവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും വീഡിയോയുടെ അവസാന ഭാഗത്തിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പോരാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ഇതാണ് ഇവരുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ ഏബിൾ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിളഞ്ഞു നിൽക്കുന്ന നല്ല പപ്പായയും മറ്റ് ചെടികളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഗ്രീൻ നെറ്റ് അടിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവരുടെ ഒരു നഴ്സറി. ഇവിടെ വിവിധങ്ങളായ ഫ്ലവേഴ്സും അതുപോലെയുള്ള ഫലവൃക്ഷങ്ങളുടെ ഒക്കെ തൈകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വില കൊടുത്ത് വാങ്ങാവുന്നതാണ് ഇതൊക്കെ. ഏകദേശം ഒരു 15 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ഒരു ഏബിൾ വില്ലേജ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു 75% കണ്ടു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്ന പച്ചക്കറികളുടെ ഒക്കെ വിൽപ്പന സ്റ്റാളുകൾ ചിലയിടങ്ങളിലായി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴി എത്തുന്നത് ഇവരുടെ തന്നെ ഒരു എക്സോട്ടിക് പെറ്റ് കളക്ഷൻ്റെ ഏരിയയിലേക്കാണ്. പോകുന്ന വഴിയിൽ തന്നെ നിരവധി ചുവർ ചിത്രങ്ങളൊക്കെ കാണാം. വേണമെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോകാം.
ഈ ഒരു ഏരിയയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ടത്. ഇതൊരു അക്വേറിയം സെറ്റപ്പാണ്. നമ്മൾ കടലിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് എങ്ങനെ കാണുന്നു അതേ പ്രതീതി ഫീൽ ചെയ്യുന്ന ഒന്നാണിത്. നല്ല ബ്ലൂ കളറിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് ക്യാമറ ഇതിലധികം ക്ലിയർ അല്ല, എങ്കിലും അത്യാവശ്യം നല്ല ഒരു ഫീൽ കിട്ടുന്ന ഏരിയ ആണിത്. ചെറു മത്സ്യങ്ങൾ മുതൽ വളരെ ഭീമാകാരനായ മത്സ്യം വരെ തൊട്ടടുത്ത് കാണാവുന്ന ഒരു പ്രതീതി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഈ പെറ്റ്സ് ഏരിയയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കേവിൻ്റെ ഉള്ളിലേക്ക് കൂടി പോകുന്നതാണ്. ഇത് കണ്ടാൽ ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന ഒന്ന് തന്നെയാണ്. ഈ കാണുന്നത് കിളികളുടെ ഏരിയ ആണ്. മക്കാവോയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ മക്കാവോ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈജീനിക് ആണ്. ഇവിടെ എല്ലാം വളരെ നീറ്റായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ സ്റ്റാഫായാലും നല്ല രീതിയിലുള്ള കോപ്പറേഷനാണ് എല്ലാവരോടും കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതിനും ഒക്കെ സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഈ കേവിൻ്റെ നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഏരിയയാണ്. അതുപോലെ തന്നെ വലിയൊരു മത്സ്യക്കുളവും ഇവിടെയുണ്ട്. ഈ കാണുന്ന മത്സ്യം ഒരു മത്സ്യക്കുളമാണ് കേട്ടോ. നമ്മുടെ കോഴിക്കാർപ്പിനെയൊക്കെ പോറ്റുന്ന ഒരു നല്ലൊരിടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഫുഡ് കൂടി കൊടുക്കാം. അതിന് പ്രത്യേകമായി ചാർജ് ഈടാക്കുന്നുണ്ട്. ഈ നടന്നു പോകുന്ന വഴിയിലുള്ള ആൾക്കൂട്ടം കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡേഞ്ചറസ് ഗുഹ. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പ്രത്യേകമായ ഒരു എൻട്രി ഫീസ് ഉണ്ട്. 50 രൂപയാണ് അതിൻ്റെ ഫീസ്. ഈ കാണുന്നതൊക്കെ ആ ഗുഹയുടെ പുറം ഭാഗത്താണ്. അതേപോലെയുള്ള ബാഹുബലിയുടെ ഒരു പ്രതിമയും ഈ ഗുഹയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുഹയുടെ ഉള്ളിൽ ഞാൻ കയറി, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം അത് കണ്ടു തന്നെ അറിയേണ്ട ഒരു ഫീലാണ്. ഈ കാണുന്നതാണ് ഇവളുടെ റെസ്റ്റോറൻറ്റ്. അതുപോലെ ചെറിയ സ്റ്റേഷനറി കടകളും ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്.
പലതരത്തിലുള്ള പച്ചക്കറി കൃഷികളെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണിത്. അതുപോലെ നിങ്ങൾ ആ മുകളിൽ കണ്ട ഷീറ്റ് അത് ഇവരുടെ ഒരു ഗോശാലയാണ്. വിവിധങ്ങളായിട്ടുള്ള പശുക്കളെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ആ ഭാഗത്തേക്കൊന്നും പോകാൻ എനിക്ക് സമയം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വിവരിച്ചു പോകുന്നത്. ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ആണ്. അതിൻ്റെ താഴെയായി ചെറിയ ചെറിയ കിയോസ്കുകളും കാണാം. ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം ഗുഹയിൽ കണ്ട പാടി തീർത്ഥത്തിൻ്റെ മറ്റൊരു ഉറവ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടെ തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഈ കാണുന്നതാണ് ഇവിടെയുള്ള കുട്ടികളുടെ പാർക്ക്. കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരിടം എന്ന് വേണമെങ്കിൽ പറയാം. 100 രൂപയാണ് ഇതിലേക്കുള്ള എൻട്രി ഫീസ്. ഒരു കുട്ടിയുടെ കൂടെ രക്ഷിതാവിനും കൂടി ഇതിൻ്റെ ഉള്ളിൽ കയറാവുന്നതാണ്. നമ്മൾ പോയ സമയം അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായതുകൊണ്ടാണ് അധികം ആരും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. ഒരു ഈവനിങ് ടൈമിലൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകാൻ നല്ലത്. അതുപോലെ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഏരിയയും ക്യാമൽ റൈഡിങ്ങിൻ്റെ ഏരിയയും ഒക്കെ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതുകൂടി പോയി കാണാൻ ശ്രമിക്കണം. എന്തായാലും ഈ ഒരു തുകയ്ക്ക് ഒരു ഓൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഏബിൾ വില്ലേജ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, വീഡിയോയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. ഉള്ളിലുള്ള ഓരോ റൈഡിൻ്റെയും എൻട്രി ഫീസുകളൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.